ഇനി മാത്രല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുകയാണ് പലരോടും. കേട്ടോളൂ. യഅ്ല ഇബ്നു മുറയുടെ ഹദീസ്, അതായത് 3 അത്ഭുതങ്ങൾ ഞാൻ നബിയിൽ നിന്ന് കണ്ടു എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസിൽ 3 സംഭവങ്ങളാണ് പറയുന്നത്. അത് ജമിയത്തിന്റെ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ള ഹദീസാണ്. ജമിയത്തിന്റെ പുസ്തകത്തിൽ അത് ചുരുക്കി അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞിരിക്കുകയാണ്. അത് ഞാനൊന്ന് വായിക്കാം. ആ ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നിടത്തതാ ഇബ്നു അബീ ശൈബ യഅ്ല ഇബ്നു മുറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന താഴെ കൊടുത്ത സുദീർഘമായ ഹദീസാണ് ഒരു തെളിവ്. ചികിത്സക്ക് തെളിവില്ല എന്ന് സ്ഥാപിക്കുക. കണ്ടോ, ചികിത്സക്ക് തെളിവില്ല എന്ന് സ്ഥാപിക്കുന്നു. ഇവര് പറയുന്ന ഈ അടി, ഇടി, ചവിട്ടിന് കഴുത്തപ്പെടുത്തോ ആ ജാതി ചികിത്സയില്ല, അതിനെ എതിർക്കുന്നുണ്ട്. അല്ലാതെ മന്ത്രം ഉണ്ടോ? ഇത് കേരള ജമിയത്തുൽ പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷയാണ്. അമാനിമരുടെ ഖുർആൻ പരിഭാഷ 1963 കാലഘട്ടങ്ങളിൽ ഇറക്കിയതാ. ഇതിൽ സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ ഉള്ള മന്ത്രം എന്താണ്? മന്ത്രവാദമല്ല, ഒറിജിനൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന മന്ത്രം എന്താണെന്ന് പഠിപ്പിച്ചത്. അത് ഇജാദിയല്ല. ഇത് അമ്മ ജുസ് ആണ് അമാനിമരുടെ പരിഭാഷയുടെ. അതിൽ സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇത് ജമിയത്തുൽ ബുക്കിറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം അംഗീകരിച്ചു പോരുന്ന കാര്യമാണ്. ജമിയത്തുലയുടെ ബുക്കിലും ഉള്ളത് അംഗീകരിച്ചിട്ടുണ്ട്, ഇല്ലാത്തത് എതിർത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം ബാക്കി പറയുന്നത് കേൾക്കൂ. അതാപ്പോ ജമിയത്തിന്റെ ആകെയുള്ള പണി. ജിന്നുബാദുണ്ടോ? ഉണ്ട്. സീർബാദുണ്ടോ? ഉണ്ട്. ചികിത്സ അത് റസൂലിന്റെ കാലത്ത് മാത്രം. അപ്പൊ ഇനി എന്തായാലും എന്താ കാട്ടുക? ആ റസൂലുള്ളാഹിയുടെ കാലത്ത് മാത്രമേ മന്ത്രമുള്ളൂ അല്ല, പച്ച നുണ പറഞ്ഞു നടക്കണം. ഇത് കേട്ട് വിശ്വസിക്കാൻ കുറെ സാധുക്കളും നമ്മുടെ ഗൂഢസംഘക്കാരും. ആ ഗൂഢസംഘക്കാർ ഇതൊക്കെ വിശ്വസിക്കാനും. അപ്പോ ഇനി ബാക്കി കേട്ടോളൂ. ഇതുവരെ നിങ്ങൾ വേണോ? ഇത് പിന്നെ മടവൂരികൾ പറഞ്ഞ മാതിരി ഞാൻ നല്ലത്. ഹുസൈൻ മടവൂരി എന്നോട് 10 കൊല്ലം മുമ്പ് കടവത്തൂർ എന്നപ്പോ പറഞ്ഞതാ, സക്കരിയ ജിന്നുണ്ട്, സിഹിറുണ്ട്, ജിന്നുബാദുണ്ട്, സിഹിർബാദുണ്ട്. പക്ഷെ ഞാൻ ചികിത്സിക്കണ്ടോ, നീ ചികിത്സിക്കണ്ടോ? നമ്മൾ ചികിത്സിക്കാത്തടത്തോളം കാലത്ത് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ മൂല്യമാരത്തുക്കും തങ്ങന്മാരത്തുക്കും പോവുക. സംഗതി അതിനല്ലേ. ആശുപത്രി പോയത് ഏതായാലും മാറൂല എന്നറിയാം. ജിന്നുബാദുണ്ട്, സിഹിർബാദുണ്ട് എന്ന് പ്രസംഗിച്ചു കൊടുക്കാം. ചികിത്സ അപ്പൊ മൂപ്പർ ഉപദേശകൻ ആരാ? നമ്മുടെയൊക്കെ ഒന്നും ഉപദേശിക്കൂല. മൂപ്പർ ഉപദേശകൻ മൂപ്പറുടെ വിശദീകരണ പ്രകാരം തന്നെ ആരാണ്? ഈ ചാരന്മാരും തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കും. മനസ്സിലായില്ലേ? പണ്ട് ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരൻ ഉണ്ടോ, 6 കിലോ ബുക്ക് കാന്തപുരത്തിൻ്റെ കയ്യിൽ, ബ്രിട്ടീഷ് ചാരൻ്റെ ഡയറി കാന്തപുരത്തിന് കൊടുത്തു, ഇത് വെച്ചോ. മൂപ്പർ അത് വിതരണം ചെയ്യുന്ന ആള്. ഇതുപോലെ KK അബ്ദുള്ള എന്ന് പറഞ്ഞ ആടെ ക്ലിപ്പ് 6 കിലോ വേറൊരു ജിന്നുചാരൻ്റെ കയ്യിൽ. ഇവർ തമ്മിൽ 1.5 കൊല്ലമായിട്ട് നടത്തിയ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ ചാരനും തമ്മിൽ നടത്തിയ സംഭാഷണേ. ഇതുപോലെ ചാരന്മാർ തമ്മിൽ വലിയ ബന്ധമായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആളും ഒരു ചാരൻ. മൂല്യമാരത്തുക്കും തങ്ങന്മാരത്തുക്കും പോവുക. സംഗതി അതിനല്ലേ. ആശുപത്രി പോയത് ഏതായാലും മാറൂല എന്നറിയാം. ജിന്നുബാദുണ്ട്, സീർബാദുണ്ട് എന്ന് പ്രസംഗിച്ചു കൊടുക്കാം. ചികിത്സ നമുക്കല്ലേ റസൂലിന് മാത്രം ഖാസാണ്. അപ്പൊ ജിന്നുബാദുണ്ട്, ചികിത്സ ഇല്ല എന്ന് സ്ഥാപിക്കാം. കണ്ടോ, ചികിത്സ ഇല്ല എന്നാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. നമ്മൾ സ്ഥാപിക്കുന്നത് ഉള്ള മന്ത്രം ഉള്ളത് അത് ഉണ്ട് എന്ന് പറയുകയും ഇല്ലാത്തതിനെ നമ്മൾ എതിർക്കുക ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നതും അല്ല, കേന്ദ്രമുണ്ടാക്കണം, അതിന് ഇറക്കാനുള്ള കേന്ദ്രങ്ങൾ. ജിന്നുബാദുണ്ട്, പക്ഷെ റുഖ്യ പാടില്ല എന്നെല്ലാം അറിഞ്ഞൂടെ? അപ്പൊ റുഖ്യയുണ്ട്. റുഖ്യയുടെ വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷെ ഒരാൾ റുഖ്യയിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതിന്റെ പേരിൽ അയാൾ ഇസ്ലാമിൽ നിങ്ങൾ പുറത്താക്കും വേണ്ട. അപ്പൊ പിന്നെ നമുക്കിനി നമ്മുടെ വെള്ളിയാഴ്ച വരുന്ന മൂയിലാരുണ്ടല്ലോ, അവിടെ പേരെന്താ, ആരാ? ഗഫാർ മൗലവി. മൂപ്പരെ എതിർക്കണ്ട, അതൊന്നും എതിർക്കണ്ടാണ്. കാരണം എന്താ, തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ എന്താ ചെയ്യേണ്ടത് ഉസ്താദേ? ചോദ്യം. അത് നന്നായി അവറത്തോലും മറക്കാത്തൊരു താത്ത ആണ് അപ്പുറത്തിരിക്കണത്. താത്ത തന്നെ ആണോ അതോ ചേച്ചിയാണോ എന്നുള്ളത് അന്വേഷിക്കണം. ആയിക്കോട്ടെ, തലേ തട്ട് ഇട്ടിട്ട് ഒരുത്തി ഇപ്പുറത്തിരിക്കുക, എന്നിട്ട് വായിച്ചു കൊടുക്കുക. അപ്പൊ ഉസ്താദ് പറയാ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാലോ? ആഹാ, അത് വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് 33 പ്രാവശ്യം ഓതി വേറെ ഒന്നും ചിന്തിക്കാതെ ഒരു പഴം ഊതി വിഴുങ്ങുക. കണ്ടോ, ഓക്കെ കതുറുക്കയാണ്. ഈ മഞ്ചിലും മഫാസ് എന്ന് പറഞ്ഞ് വിറ്റിരിക്കുന്ന സാധനം. എന്നിട്ട് അയാൾ വേറൊന്ന് പറയാണ്, എൻ്റെ മഞ്ചിലിൻ്റെയും മഫാസിൻ്റെയൊക്കെ കൂലി, അതിൻ്റെ ഒറിജിനൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഫോട്ടോ കോപ്പി പറ്റൂല, അത് ഒറിജിനൽ തന്നെ വാങ്ങണം. പിന്നെ ഒരു ദിവസം പറയാണ്, അനുകരണങ്ങളെ സൂക്ഷിക്കുക, മഫാസിൻ്റെ കോപ്പി കട്ടടിക്കുന്നുണ്ട് ചില ആളുകൾ, അതിനും പ്രയോജനം ഇല്ല. അങ്ങനെ എല്ലാവർക്കും പ്രയോജനം കൊടുത്തിട്ട് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പറയാണ്, ഈ പരിപാടി മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസമുള്ളത് കൊണ്ട് സ്പോൺസർമാർ സഹായിക്കേണ്ടതാണ്.
കേട്ടോ. ആ മൂപ്പറുടെ പരിപാടി മുന്നോട്ട് പോകണമെങ്കിൽ സ്പോൺസർമാർ വേണം. ബാക്കിയുള്ളവരുടെ എല്ലാ മുറാദുകളും മൂപ്പര് ഹാസിലാക്കി കൊടുക്കണമുണ്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള മന്ത്രവാദികളൊക്കെ ചെയ്യണമെങ്കിൽ അത് മസാലപരമായ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം അങ്ങനെ കണ്ടാൽ മതി എന്നാണ്. അതേ ഉള്ളൂ വിഷയം. മസാലകളിലുള്ള തർക്കമാണ് അല്ലേ? എന്തൊരു ബഹളാന്നറിയുന്നുണ്ട്. റഹ്മാൻ അടുത്തൊക്കെ അയച്ചു. ഞാനത് ഏപ്പിനോട് പറഞ്ഞ, പിന്നെ പെങ്ങളോട് എത്ര വലിയ മടി. ഏപ്പിനോട് ഞാൻ ചോദിച്ചു, ഈ കുട്ടി എങ്ങോട്ട് അയക്കണം നിങ്ങൾ പറഞ്ഞു തരും. ടീപ്പിനോട് ചോദിച്ചു, തൗഹീദുള്ള കുട്ടിക്ക് ഇങ്ങനെ വന്നാൽ എവിടേക്ക് പറഞ്ഞേക്കണം? മറുപടി കിട്ടിയിട്ടില്ല. മൂവർ സംഘം പറയട്ടെ മറുപടി. മൂവർ സംഘം പറഞ്ഞു കൊടുക്കണം മറുപടി. അല്ല ഇങ്ങോട്ടോ ഞങ്ങൾ പറഞ്ഞുതരാ, ഞങ്ങൾ പറഞ്ഞുതരാ എങ്ങോട്ട് അയക്കണം എന്നാ. എ പിയോട് പറഞ്ഞു. എ പി നല്ല മറുപടി കൊടുത്തിട്ടോ. അത് മൂടിയിട്ട് മൂപ്പര് പറഞ്ഞത് എ പിയോടാണേ. നല്ല മറുപടിയും കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഈ രൂപത്തിൽ എ പിയോട് ഞാൻ പറഞ്ഞു, ടി പിയോടും പറഞ്ഞു എങ്ങോട്ട് അയക്കും എന്നാ. എന്തേ ആലുവയിലൊരു കേന്ദ്രം തുടങ്ങാം. ആലുവയിൽ അയക്കാൻ, ജിന്നുകൂടി ആൾക്കാർ അയക്കാൻ ഒരു കേന്ദ്രം, ഏർവാടി പോലെ മുത്തുപ്പേട്ട പോലെ ഇവിടെ ഒരു കേന്ദ്രം. മാന്യ സഹോദരങ്ങൾ, എങ്ങോട്ടാണ് ഇവർ പോകുന്നത്? ഏത് ജഹാലത്താണ് ഇവർ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത്? കുറച്ചു കാലം കഴിഞ്ഞാൽ ദാ ഇതുപോലുണ്ടാകും. ഇപ്പോ നമ്മുടെ ശൈഖന്മാർ ചെയ്യണ പോലെ പേരോട് ഉസ്താദിന്റെ റുഖിയ്യയാണ്. ഫോൺ വന്നു അതും നോക്കിയിട്ട് റുഖിയ്യ. കണ്ട, നമുക്കുണ്ടോ ഇങ്ങനൊരാള്? നമുക്കുണ്ടോ ഇങ്ങനൊരാള് ഊതിത്തരാൻ? അതുകൊണ്ട് ഊതാൻ വരാം. ആര് സക്കരിയ മൗലവി ഊതാൻ വരാം. ഊതല്ലേ മോനെ, അതാ മുജാഹിദൊക്കെ പറയാനുള്ളത്. നിങ്ങൾ ഊതല്ലേ, ഞങ്ങളെ ഊതല്ലേ. ഞങ്ങൾക്ക് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഫാത്തിഹ അറിയാം, സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത മുജാഹിദുകളില്ല. ഇനി ഏതെങ്കിലും മുജാഹിദിനെ അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തോളാം. സൂറത്തുൻ നാസ് അറിയാത്ത മുജാഹിദീങ്ങളില്ല. അതുപോലെ തന്നെ ആയത്ത് കുർസി ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഓതിക്കോളാം. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഒക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുത്തിക്കോളാം. അല്ലാതെ ഏതെങ്കിലും ചുമട്ടു തൊഴിലാളിയുടെ കീഴിലേക്ക് ഞങ്ങൾ വിട്ടു തരൂല കേട്ടോ. ആദ്യം കാത്തൊരുത്തനും അവിടെ ഇരിക്കുകയും വേണ്ട. കാരണം ഇത് കൂടുതൽ ആർക്കാ? ജിന്ന് കൂടുതൽ ആർക്കാ? അപ്പൊ ഈ റുഖിയ്യക്ക് നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഗ്ലൗസ്. അപ്പൊ ഇതെന്താ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡോക്ടർ പോണ പോലെ ഈ റുഖിയ്യ ഡോക്ടറെ കൂട്ടാ ഗ്ലൗസൊക്കെ ഇട്ട് അത് പെണ്ണിന് റുഖിയ്യ നടത്താൻ പോവാണ് ഇതാ. അപ്പൊ റുഖിയ്യ നടത്താൻ പോകുമ്പോൾ പെണ്ണിളകുമ്പോൾ പിടിക്കാനാണ്, ഗ്ലൗസ് ഇട്ട് പെണ്ണിനെ പിടിക്കാന്നാ. അതിനും മസ്അല അല്ലേ? അതിന് തൽക്കാലം ഞങ്ങളുടെ പെങ്ങന്മാരെയും ഞങ്ങളുടെ ഉമ്മമാരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. ചുമട്ടു തൊഴിലാളികൾ തൽക്കാലം എന്നെടുക്കുക, സമാധാനിക്കുക, വിഷമം വിചാരിക്കരുത്. ഞങ്ങൾക്ക് ഫാത്തിഹ അറിയാം, അതുപോലെ തന്നെ ഇഖ്ലാസ് അറിയാം, മുഅവ്വദത്തൈനി അറിയാം. ഞങ്ങൾ സ്വയം ഊതിക്കൊള്ളാം, അതുപോലെ ഞങ്ങളുടെ മക്കൾ സ്വയം ഓതിക്കൊള്ളും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തന്നെ ഊതിക്കൊടുത്തോളാം. ആ നിലയിൽ ഉള്ള റുഖിയ്യ ശർഇയ്യ അത് വളരെ വ്യക്തമായി കേനം ഇന്നൊരുത്തം വന്ന് പഠിപ്പിക്കല്ല. പണ്ടേ ഇവിടെ ഉള്ളതിനെ അംഗീകരിച്ചിട്ടുണ്ട്. മന്ത്രത്തെ അംഗീകരിച്ചു, മന്ത്രവാദത്തെ നമ്മൾ എതിർത്തിട്ടുണ്ട്. അതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.